സന്ദർശിക്കുന്ന രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ ഇന്ത്യ സിറിയൻ ബിസിനസ് കൌൺസിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയും സിറിയയും തമ്മിലുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ദമാസ്കസിൽ ചേർന്ന കൌൺസിൽ ഫലപ്രദമാകുമെന്നാണ് വിലയിരുത്തൽ. രാഷ്ട്രപതിയുടെ മാധ്യമ സംഘത്തിലുള്ള മലയാള മനോരമ പ്രതിനിധി വിനോദ് നായരുടെ റിപ്പോർട്ട്. രാഷ്ട്രപതിയുടെ സിറിയൻ സന്ദർശനത്തിന്റെ 3-ാം ദിവസമായ ഇന്ന് ദമാസ്കസിലെ ഫോർ സീസൺസ് ഹോട്ടലിൽ നടന്ന വ്യവസായികളുടെ യോഗത്തിലാണ് കൌൺസിലിന് തുടക്കമായത്. കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി ഭരത് സിംഗ് സോളങ്കി, രാജ്യസഭാ എംപി കെ ഇസ്മയിൽ, സിറിയയിലെ വാണിജ്യമന്ത്രി ലാമിയ മാരിയ ആസിം തുടങ്ങിയവർ ചടങ്ങിലെത്തിയിരുന്നു. ഇന്ന് രാവിലെ സിറിയയുടെ പാർലമെന്റ് സന്ദർശിച്ച രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ സ്പീക്കർ ഡോക്ടർ മഹമ്മൂദ് അൽ അബ്രഷുമായി ചർച്ച നടത്തി. വൈകിട്ട് മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ കന്യാസ്ത്രീകൾ രാഷ്ട്രപതി സന്ദർശിക്കുന്നുണ്ട്. സിറിയയിലെ ഇന്ത്യൻ സ്ഥാനപതി ബി.ടി. ഹരൻ രാഷ്ട്രപതിയുടെ ബഹുമാനാർത്ഥം ഇന്ന് അത്താഴ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. ഇന്നത്തെ പരിപാടികളോടെ ദമാസ്കസിലെ സന്ദർശനം പൂർത്തിയാവും. നാളെ രാവിലെ പ്രതിഭ പാട്ടീൽ അലപ്പുയിലേക്ക് പുറപ്പെടും. കാർഷിക ഗവേഷണ കേന്ദ്രമായ ഇക്കാണ്ട സന്ദർശനമാണ് നാളത്തെ പ്രധാന പരിപാടി. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക മാധ്യമ സംഘത്തിൽ നിന്ന് വിനോദ് നായർ